ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരു യാത്ര പോവാണ് കേട്ടോ. യാത്ര എന്ന് വെച്ചാൽ നമ്മുടെ ജിത്തൂട്ടന് ജാതകം എഴുതിക്കാൻ പോവാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജിത്തൂട്ടന് ചോറൂണിൻ്റെ ഡേറ്റും കുറയ്ക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള തമിഴ്നാട്ടിലുള്ള ഒരു ജ്യോത്സ്യരാണ് കാണാൻ. അപ്പോൾ ചോറൂണിന് അടുത്ത ആഴ്ചയ്ക്ക് ഡേറ്റ് ഇട്ട് തന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ജാതകം മേടിക്കാൻ വരാൻ പറഞ്ഞു. ശേഷം നമ്മൾ നേരെ പുതുക്കടയ്ക്ക് പോയി ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാൻ ചിക്കൻ എടുക്കാൻ പോയി. ചിക്കൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ മോനിക്ക് ഇറയത്തൊക്കെ ഇട്ട് കിടക്കാനായിട്ടൊരു പാ മേടിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ പാത്രങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നേരെ ഒരു ബേക്കറി പോയി സ്വീറ്റ്സ് മേടിക്കാനാണ് പോയത്. അബിക്കുട്ട സ്കൂളിൽ പോയിട്ട് അബിക്കുട്ട ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. അതിന് വൈകുന്നേരം വരുമ്പോൾ അബിക്കുട്ടിന് കൊടുക്കാനായിട്ട് കുറച്ച് ബിസ്ക്കറ്റും പിന്നെ എനിക്ക് ലഡു വലിയ ഇഷ്ടമാണ്. അങ്ങനെ ലഡുവും മേടിച്ചു. ലഡു 2 സൈസ് മേടിച്ചു കേട്ടോ. റെഡും മേടിച്ചു, യെല്ലോയും മേടിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവണം. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ലഡു കണ്ട് സഹിക്കാൻ വയ്യാതെ എടുത്ത് വെച്ച് കഴിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി കറി വെക്കണം. അതുകൂടെ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. അപ്പോൾ പുതുകടയ്ക്കൊക്കെ പോയി വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി കേട്ടോ. പിന്നെ വൈകുന്നേരം ആവാറായി കറിയൊക്കെ വെച്ചപ്പോൾ. 4 മണിക്ക് അബുക്കുട്ടൻ വരും. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കറി വെക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളകൊക്കെ ഇട്ട് നല്ലവണ്ണം പറ്റിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കറിയെല്ലാം വെച്ച് ചോറെല്ലാം കഴിച്ചു. ഇനി അടുത്ത ആഴ്ച അബിക്കുട്ടൻ്റെ അനിയൻ്റെ ജിത്തൂട്ടൻ്റെ ചോറൂണാണ്. അപ്പോൾ ദേ ജിത്തൂട്ടനാണെങ്കിൽ ഭയങ്കര വികൃതി കേട്ടോ. അണ്ണൻ്റെ പുറത്ത് കാലൊക്കെ ഇട്ടുണ്ടോ രാത്രി കിടക്കുന്നത്. അവന് കിടക്കാൻ വിടത്തേ ഇല്ല. രാവിലെ എഴുന്നേക്കേണ്ടാണ് അണ്ണൻ സ്കൂളിൽ പോകാൻ. അതൊന്നും നോക്കത്തില്ല. ഭയങ്കര കുടുത്തക്കിടാണ് കേട്ടോ. നമ്മൾ ഒരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ്. പിന്നെ നമ്മൾ ചോറൂണിൻ്റെ ദിവസമായി ജിത്തൂട്ടനെ കൊണ്ട് നമ്മൾ ചോറ് കൊടുക്കാനായിട്ട് നമ്മൾ അടുത്തുള്ള ഒരു ശിവക്ഷേത്രമാണ്, തിരുമല ശിവക്ഷേത്രമാണ്. അപ്പോൾ ശിവാലയ ഓട്ടത്തിലെ നമ്പർ 1 അമ്പലമാണിത്. ആദ്യത്തെ ശിവനോടി രക്ഷപ്പെടിച്ച ആദ്യത്തെ അമ്പലമാണിത്. പിന്നെ നമ്മളങ്ങനെ അമ്മയും അച്ഛനും പിന്നെ ഞങ്ങൾ പിന്നെ അടുത്ത ഷൈനി എൻ്റെ കൂട്ടുകാർ, നമ്മൾ ഇത്രയും പേരല്ലായിരുന്നു. പിന്നെ നമ്മൾ ചിട്ടിയും ചിറ്റപ്പനും. എൻ്റെ വീട്ടുകാരൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അമ്മ മരിച്ചിട്ട് അധികം നാളായിട്ടില്ല, 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ചടങ്ങായിട്ടൊന്നും എടുത്തില്ല. നമ്മുടെ പേരിന് വേണ്ടി പോയി ചോറ് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ചോറ് കൊടുക്കാൻ സമയമായി. സെഷൻ്റെ മടിയിലിരുന്നാണ് മോന് ചോറ് കൊടുക്കുന്നത് കേട്ടോ. അത് പറയാൻ കാരണം നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അമ്മയുടെ സഹോദരൻ്റെ മടിയിലിരുന്നാണ് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് മോൻ്റെ ചുണ്ടൊക്കെ നല്ലവണ്ണം ചുമന്നു കേട്ടോ. എരി കൊണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കരയണം എന്നാണ് പറയുന്നത്. പിന്നെ വെള്ളമെല്ലാം കൊണ്ടുവന്ന് കഴുകി പിന്നെ പൂജയെല്ലാം കണ്ടു അമ്പലത്തിൽ കയറി കേട്ടോ. ചോറൂണ് കഴിഞ്ഞ ഉടനെ നല്ല മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കഴിഞ്ഞ് ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പോയിട്ട് കൂടെ വന്നവർക്കെല്ലാം ഫുഡ് മേടിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ബിരിയാണി കഴിക്കരുതെന്നൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഒരു സന്തോഷത്തിന് ബിരിയാണി എല്ലാവർക്കും മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.